ഹായ് ഫ്രണ്ട്സ്, സ്പൈസി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ഹണി ചിക്കൻ്റെ റെസിപ്പിയാണ്. അതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ കുറച്ച് ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, സോയാ സോസ്, വിനീഗർ, ഓയിൽ, പിന്നെ കുറച്ച് ഇഞ്ചി നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ചില്ലി സോസ്, ടൊമാറ്റോ സോസ്, കുറച്ച് ഹണി എടുത്ത് വെച്ചിട്ടുണ്ട്, ക്രഷ്ഡ് ചില്ലിയുണ്ട്, കുറച്ച് വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, കോൺഫ്ലവർ, ആവശ്യത്തിന് ഉപ്പ്, കുരുമുളക് പൊടി. ഇത്രയാണ് ഇതിനായിട്ട് ആവശ്യമുള്ളത്. ഈ ചിക്കൻ ഒന്ന് മാഗ്നേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ചിക്കനിലേക്ക് ഒരു സ്പൂൺ വിനീഗർ ഒഴിക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ സോയ സോസ് ആഡ് ചെയ്യാം. ഒരു സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്, അത് നമുക്ക് മുഴുവനായിട്ട് തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പ് കോൺഫ്ലവർ എടുത്ത് വെച്ചിട്ടുണ്ട്, അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും കൂടെ ഇട്ട് നമുക്ക് ചിക്കൻ നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. ചിക്കൻ നന്നായിട്ട് മസാല തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അരമണിക്കൂർ റെസ്റ്റിന് വെക്കാം. മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാനായിട്ട് നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് അടുപ്പൊന്ന് കത്തിക്കാം. പാൻ ചൂടായിട്ടുണ്ട്. നമുക്ക് പാനിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ എന്തായാലും നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഏകദേശം റെഡി ആയിട്ടുണ്ട്. മറിച്ചിടണമെന്നില്ല, നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് തന്നെ വേവിച്ചെടുക്കാവുന്നതാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അടുത്തത് നമുക്ക് ഇങ്ങനെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അടുത്ത സ്റ്റെപ്പും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് അടുപ്പ് ഓഫ് ചെയ്ത് ഇത് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം. ഇനി നമുക്ക് മറ്റൊരു പാൻ അടുപ്പിൽ വെച്ച് അടുപ്പൊന്ന് കത്തിക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു 1.5 സ്പൂൺ എണ്ണ ഒഴിക്കണം. അത് നമുക്ക് നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണയിൽ തന്നെ ഒരു 1.5 സ്പൂൺ എണ്ണ ഇതിലോട്ട് ഒഴിക്കാവുന്നതാണ്. പാൻ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു 1.5 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം.
അതിൻ്റെ കൂടെ തന്നെ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ചെറുതായിട്ട് മൂത്ത് വന്നാൽ മതി. അതുവരെ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന 1 സ്പൂണ് ചില്ലി സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 3 സ്പൂണ് ടൊമാറ്റോ സോസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ എടുത്തു വെച്ചിരിക്കുന്ന 1 സ്പൂണ് സോയ സോസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ സോസ് എല്ലാം ഒന്ന് തിളച്ച് വരണം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് എരിവിനാവശ്യമായ ചില്ലി സോസ് ഒഴിച്ചിട്ടുണ്ട്. അതുകൂടെ എരിവിനാവശ്യമായ ചില്ലി ഫ്ലേക്സ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് തിളച്ച് വരണം. അതുവരെയും ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതെല്ലാം തന്നെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കനും ഇതും കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഇതിപ്പോൾ എല്ലാം കൂടെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പ് ഓഫ് ചെയ്ത് കൊടുക്കാം. അടുപ്പ് ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു 1.5 സ്പൂൺ ഹണി ഒഴിച്ചു കൊടുക്കാം. ഇതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ ചേർത്ത് കൊടുക്കാം. ഇതില്ലെങ്കിൽ രമ്പയില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാലും മതിയാവും. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് വെളുത്ത എള്ള് കൂടെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇത് ഇത്രയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഹണി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഹണി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പി ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.